മരണവും ഉയർപ്പും. മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധം തകരാൻ കാരണം പാപമാണ്. ബൈബിൾ പറയുന്നത് ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. റോമർക്കെഴുതിയ ലേഖനം 3:23. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് വലിയൊരു വില നൽകേണ്ടതുണ്ട്. ആ വലിയ വിലയെക്കുറിച്ച് റോമർക്കെഴുതിയ ലേഖനം 6:23 ഇങ്ങനെ പറയുന്നു: പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. നമ്മൾ അനുഭവിക്കേണ്ടിയിരുന്ന ആ മരണശിക്ഷ നമ്മോടുള്ള അറ്റുമാറാത്ത സ്നേഹത്തെ കരുതി യേശു ശിക്ഷ നമുക്ക് പകരക്കാരനായി വഹിച്ചു. യേശു ഒരു തെറ്റും ചെയ്യാത്തവനായിരുന്നിട്ടും നമ്മുടെ പാപങ്ങൾക്ക് പകരം അവൻ ക്രൂശിൽ മരിക്കുവാൻ തയ്യാറായി. പഴയ നിയമത്തിൽ യെശയ്യാ പ്രവാചകൻ ഇതിനെക്കുറിച്ച് മുൻകൂട്ടി പറഞ്ഞു: എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എന്നാൽ ഈ സംഭവം അവിടെ അവസാനിച്ചില്ല. മരണത്തിന് യേശുവിനെ തളച്ചിടുവാൻ കഴിഞ്ഞില്ല. 3-ാം ദിവസം യേശു മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റു. ദൂതൻ അന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു: അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ ശേഷം യേശു തന്റെ ശിഷ്യന്മാർ ഉൾപ്പെടെ 500-ലധികം പേർക്ക് പലതവണ പ്രത്യക്ഷമായി അവർക്ക് വേണ്ടുന്ന ഉപദേശം നൽകി. അതിനുശേഷം അവൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും മടങ്ങി വരും എന്ന് പറഞ്ഞു. അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 1-ാം അധ്യായം 11-ാം വാക്യം. പ്രിയ സഹോദര സഹോദരി, നമ്മെ രക്ഷിക്കുവാൻ ദൈവം എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് ഈ ക്രൂശ്. നമ്മുടെ രക്ഷകൻ മരണത്തെ തോൽപ്പിച്ച് വിജയശാലിയായി സ്വർഗാരോഹണം ചെയ്തു.